ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിതാ പുതിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്ക് പോലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഒരുപാട് കുട്ടികൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഫ്രീ ടൈം ചെറിയൊരു വരുമാനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ബോറടി മാറ്റിക്കൊണ്ട് ടൈം പാസിന് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ ബോറടി മാറ്റാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്വന്തമായിട്ട് നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഹെയർ ആക്സസറീസും അതുപോലെ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ സ്വന്തമായിട്ട് അണിയാനും ഒക്കെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ബീഡ്സും അതുപോലെ തന്നെ ഇലാസ്റ്റിക് ത്രെഡും ആണ്. ഞാനിവിടെ 2 ടൈപ്പ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. 8mm സൈസിൽ വരുന്ന പേൾ ബീഡ്സും അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് വരുന്ന ഒരു ബീഡ്സും എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, ചാക്രി ബീഡ്സ് എന്നോ അങ്ങനെ എന്തോ ആണ് പേര് വരുന്നത്. അപ്പം ആ ഒരു ടൈപ്പ് ബീഡ്സും പിന്നെ 6mm സൈസിൽ വരുന്ന പേൾ ബീഡ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 2 സൈസിലുള്ള ബീഡ്സാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ത്രെഡ് നമുക്ക് ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിലോട്ട് നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാം. ആദ്യം 8mm സൈസിൽ വരുന്ന ഒരു ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ചാക്രി ബീഡ്സ് ഒന്നിട്ട് കൊടുക്കുക, സെൻട്രൽ ബീഡ്സ് ഒന്നിട്ട് കൊടുക്കുക. ശേഷം വീണ്ടും ഒരു പേൾ ബീഡ്സ് 8mm സൈസിൽ വരുന്നത് തന്നെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റായിട്ട് നമുക്കൊരു 3 പീസ് 8mm സൈസിൽ വരുന്ന ബീഡ്സും അതിൻ്റെ സെൻട്രലായിട്ട് ചാക്രി ബീഡ്സും അങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബീഡ്സ് കോർത്തെടുക്കുമ്പോൾ ഇരുവശത്തുനിന്നുമായിട്ട് കോർത്തെടുക്കുക. ആദ്യം ഒരു വശത്ത് 2 ബീഡ്സ് ഇട്ട് കൊടുത്തു, മറുവശത്ത് പിന്നെ 2 ബീഡ്സ് ഇട്ട് കൊടുത്തു. അതുപോലെ സെയിം അളവിൽ ഒരു വശത്ത് എത്രയാണ് ഇട്ടത് അതേ അളവിൽ തന്നെ മറ്റേ വശത്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെ കോർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരേ അളവിൽ 2 ഭാഗത്തും ബീഡ്സ് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ കോർത്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ബീഡ്സിൻ്റെ അളവ് ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം, ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ മാലയുടെ സെൻട്രൽ പോർഷനിൽ മാത്രമായിട്ടാണ് ആ ഒരു ചാക്രി ബീഡ്സ് സെൻട്രൽ വരുന്ന ആ ഒരു ഗോൾഡൻ കളർ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മുഴുവനായിട്ടും അത് ഇടവിട്ട് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും സെൻട്രൽ മാത്രമായിട്ട് വരുന്ന രീതിയിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ വിടവിലും നമുക്ക് എത്ര ബീഡ്സ് വേണോ അത്ര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം 1 ബീഡ്സും പിന്നെ 2 ബീഡ്സ് പിന്നെ 3 ബീഡ്സ് ആ ഒരു രീതിയിലാണ് കോർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ 8mm ബീഡ്സ് ഏകദേശം ഇത്രയും കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 6mm സൈസിൽ വരുന്ന ബീഡ്സ് കൂടി കോർത്ത് കൊടുക്കാം. അതിനിടയിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു സെൻട്രൽ ബീഡ്സ് ഗോൾഡൻ കളർ ബീഡ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം 2 വശത്തായിട്ടും ആ ഒരു 6mm സൈസിൽ വരുന്ന ബീഡ്സ് ഒരേ അളവിൽ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈനിൻ്റെ അനുസരിച്ചിട്ട് അതിൽ മാറ്റം വരുത്താം. അതിനുശേഷം ബാലൻസ് വരുന്ന ആ ഒരു ഇതിൽ 3mm സൈസിലുള്ള ബീഡ്സ് കൂടെ കുറച്ച് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 പീസ്. അത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ എത്രയാണോ സൈസിൽ ചെയ്യുന്നത് ആ ഒരു സൈസിനനുസരിച്ചിട്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കോർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ത്രെഡും കൂടെ തമ്മിലൊന്ന് കെട്ടിട്ട് കൊടുക്കാം. എലാസ്റ്റിക് ത്രെഡ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം. ഇളകി പോരാത്ത വിധത്തിൽ 2-3 കെട്ടിട്ട് കൊടുത്തിട്ടൊന്ന് അതവിടെ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ 2-3 കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കോർത്തിട്ടുള്ള ആ ഒരു ബീഡ്സിൻ്റെ കൂടെ തന്നെ ഒന്ന് കയറ്റിയിട്ട് അതിൻ്റെ ഇടയിലൂടെ ആയിട്ട് വലിച്ചെടുക്കുക എലാസ്റ്റിക് ത്രെഡ്. അതിന് ശേഷം അവിടെ ആയിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക. ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഫിറ്റായിട്ട് നിന്നോളും, ഇളകി പോരില്ല. അല്ലാതെ നമ്മൾ കെട്ടിട്ടിട്ട് അത് വെറുതെ വിടുവാണെങ്കിൽ അത് വീണ്ടും അത് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വലിക്കുന്ന സമയത്ത് ഇളകി പോരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
അങ്ങനെ ഇതാ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഒരുമിച്ച് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റമാണ്. സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വേണ്ടി മറക്കണ്ട. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനിയും ഒരുപാട് നല്ല നല്ല ഐഡിയാസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.